സംവിധായകൻ രഞ്ജിത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തീർപ്പാക്കിയിരിക്കുന്നു. 2009 നടന്ന സംഭവം ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത്. ശ്യാം ദേവരാജ് നൽകും വിവരങ്ങൾ. ശ്യാം, പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ഈ ജാമ്യാപേക്ഷ തീർപ്പാക്കിയതെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് വിവരങ്ങൾ? സംവിധായകൻ രഞ്ജിത്തിനെതിരെ എറണാകുളം നോർത്ത് പോലീസാണ് നേരത്തെ കുറ്റം ചുമത്തിയിരുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 354 വകുപ്പ് അനുസരിച്ചാണ് രഞ്ജിത്തിനെതിരെ എഫ്ഐആർ ചുമത്തിയിരുന്നത്. ഇത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ്. ബംഗാളി നടിയുടെ പരാതിയിലായിരുന്നു കേസ്. ബംഗാളി നടിയെ കടവന്ത്രയിലെ ഫ്ളാറ്റിൽ വെച്ച് അപമാനിച്ചു എന്നതായിരുന്നു ഈ ചുമത്തിയ കുറ്റവും. ഈ കേസിലാണ് മുൻകൂർ ജാമ്യം തേടി സംവിധായകൻ രഞ്ജിത്ത് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇന്നാണ് ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. ഇതിൽ പ്രോസിക്യൂഷൻ സ്വീകരിച്ച നിലപാട്, രഞ്ജിത്തിൻ്റെ ഈ സംഭവം നടന്നത് 2009 അന്ന് ഈ കുറ്റം എന്നത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ്. അതുകൊണ്ട് തന്നെ ആ ജാമ്യം ലഭിക്കാവുന്ന കുറ്റം മാത്രമേ ചുമത്തിയിട്ടുള്ളൂ എന്ന കാര്യം പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ അറിയിച്ചു. തുടർന്നാണ് ഈ കേസിൽ മുൻകൂർ ജാമ്യം ആവശ്യമില്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചത്. തുടർന്ന് സംവിധായകൻ രഞ്ജിത്തിൻ്റെ ഹർജി ഹൈക്കോടതി തീർപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത്, ഈ കേസിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ്, അതായത് ബംഗാളി നടിയുടെ ആക്ഷേപം ഉയർന്ന സാഹചര്യത്തിലാണ് സംവിധായകൻ രഞ്ജിത്ത് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും ചെയർമാൻ സ്ഥാനത്ത് നിന്നും പുറത്താക്കപ്പെടുന്നത്, അല്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകേണ്ടി വരുന്നത്. വളരെ ഗുരുതരമായ ആക്ഷേപമായിരുന്നു ഉയർന്നത്. ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു, അതിൻ്റെ ഭാഗങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ഇത്തരമൊരു ഗൗരവതരമായ ആക്ഷേപം ഉയർത്തിയത്. അതിൻ്റെ പേരിലാണ് അവർ പിന്നീട് എറണാകുളം നോർത്ത് പോലീസിന് രേഖാമൂലം പരാതി നൽകുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ ഈ പരാതി നിഷേധിക്കുന്ന നിലപാടാണ് രഞ്ജിത്തിൽ നിന്നുണ്ടായത്, സംവിധായകൻ രഞ്ജിത്തിൽ നിന്നുണ്ടായത്. തുടർന്നാണ് അവർ പരാതി നൽകുന്ന നിലപാടിലേക്ക് പോയത്. ഈ പരാതി നൽകുകയും അതിന്മേലാണ് നോർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 354 വകുപ്പ് ചുമത്തിയായിരുന്നു കേസെടുത്തത്. 2013 ഈ ക്രിമിനൽ നിയമങ്ങളിൽ ഭേദഗതി വരുന്നത്. ആ ഭേദഗതി നിലവിൽ വരുമ്പോഴാണത് ജാമ്യം ലഭിക്കാത്ത കുറ്റമായി മാറുന്നതും. പക്ഷേ അതിന് മുൻപ് നടന്ന സംഭവമായതിനാൽ ഇത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ്. അതുകൊണ്ട് തന്നെയാണ് രഞ്ജിത്തിന് മുൻകൂർ ജാമ്യത്തിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയത് എന്ന കാര്യം പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ അറിയിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സംവിധായകൻ രഞ്ജിത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തീർപ്പാക്കുകയും ചെയ്തത്. ശരി, ശ്യാം ദേവരാജാണ് ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ് വിവരങ്ങൾ നൽകിയത്.